കുടുംബത്തിൽ വന്നു കയറുന്ന പെണ്ണുങ്ങൾ നന്നല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ആ കുരുത്തം കെട്ടാനോട് അന്ന് പറഞ്ഞതാ, എടാ ഈ വക കല്യാണമൊന്നും വേണ്ട, ഏതായാലും കൊള്ളാവുന്ന വീട് നോക്കുന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി. അന്ന് ജോലിക്കാരി വേണം. അപ്പം എങ്ങനെയുണ്ട്? തുള്ളി പച്ചവെള്ളം കിട്ടാതെ കിടന്ന് ചാവേണ്ടി വരും ഇതിൻ്റെ ഉള്ളിൽ. അവിടേക്കാ പോക്ക്, അവിടേക്കെൻ്റെ പോക്ക്. ഇതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ അങ്ങനെ പറയാ, അവരിങ്ങനെ കേൾക്കുക, എന്നിട്ട് ഇതിനോട് കേട്ടിട്ട് ഇപ്പുറത്ത് കൂടെ വിടും. കഴുതകൾ പറയണവർക്കൊരു താണം വേണ്ടേ? നേരം വിളിച്ചായിട്ട് ഇത്രയും സമയമായി. പച്ച വെള്ളം വേണോ നീ കുടുംബത്തിൽ ഒരു മനുഷ്യൻ ചോദിച്ചിട്ടില്ല എന്നോട്. അച്ഛാ, ഇഡലി ഉണ്ടാക്കിട്ടേ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, ചൂടാറുമ്പോ പ്ലേറ്റിലിട്ട് കഴിക്കണേ. എന്നാ മാവ് അവിടെ വെച്ചിട്ടുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കഴിച്ചോ. അല്ല അങ്ങനെ പറയാലോ. എന്താണ് അച്ഛാ, ഇന്ന് ഞാൻ വൈകി പോയതുകൊണ്ടല്ലേ. എങ്ങനെയാണ് വൈകണത്? നേരത്തെ എണീക്കണം. നേരത്തെ എണീച്ചാലേ ഈ വക കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ആ കുട്ടികളുടെ സ്കൂൾ ബസ് അവിടെ വന്നിട്ട് ഓൺ അടിക്കുന്ന സമയത്തല്ലേ ഇവിടെ കിടക്കപ്പായെന്ന് കുട്ടികളെ വിളിക്കുക അല്ലേ? ആദ്യം തള്ള നന്നാവണം, അത് കണ്ടിട്ട് ആ കുട്ടികൾ പിടിക്കുക. തള്ള കുരുത്തം കെട്ടുകൊണ്ടായാലേ കുട്ടികളും കുരുത്തം കെട്ടുകൊണ്ടാവും. അച്ഛന്റെ പറച്ചിലിട്ട് തോന്നുന്നു ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യണില്ലാന്ന്. എന്ത് കാര്യം നീ ചെയ്യണ്? അച്ഛൻ, ഞാൻ രാവിലെ ജോലിക്ക് പോണത് അച്ഛൻ കാണുന്നില്ലേ? അവിടെ ഒരു 100 കൂട്ടം പണിയുണ്ട്. ആ കഷ്ടപ്പാടും കഴിഞ്ഞ് ഇവിടെ വന്ന് കേറുമ്പോ ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ തന്നെയല്ലേ ചെയ്യണത്. പിന്നെ എന്താ പിന്നെ പെണ്ണുങ്ങടെ പണി? അപ്പോഴേക്കും പിള്ളേര് വരും, പിന്നെ അവരുടെ കാര്യം നോക്കണം, പിന്നെ ഹോംവർക്ക് ചെയ്യിക്കണം, എന്നിട്ട് നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരണം. ആ പാത്രം മുഴുവൻ കഴുകി വെച്ചിട്ട് ഞാൻ പാതിരാത്രി ഇല്ലേ അച്ഛൻ കിടക്കണത്. എടി, ഇതൊക്കെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണിയാ അല്ലേ? ഇതിപ്പോ അത്ര അക്കട്ട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? അച്ഛന്റെ മോനെ ഇവിടുന്ന് ജോലിക്ക് പോകണ്ടല്ലോ, അച്ഛൻ ഒരു കുറ്റം പറയണില്ലല്ലോ. അതെന്താ ഞാൻ അവനെ കുറ്റം പറയണത്? അല്ല, ശീതളേട്ടന് വേണമെങ്കിൽ എന്നെ സഹായിക്കാമല്ലോ. എടി, അവൻ ആൺകുട്ടിയല്ലേ, വീട്ടിലെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണി എന്തിനാ അവനെ കൊണ്ട് ജീവിക്കാൻ നിൽക്കണത് നീ? അച്ഛനിപ്പോ ഞാനിവിടെ ഒന്നും ചെയ്തു തന്നില്ലേ? നീ എന്തൊക്കെയാ ചെയ്യണു, എന്തൊക്കെയാ കാണിക്കണു? അല്ലെങ്കിൽ വേണ്ട ശീതളേട്ടാ, വരലുണ്ടോ? ഞാൻ അല്ലെങ്കിൽ ബസ്സിൽ പോവും. വേഗം ഇങ്ങോട്ട് വാ. നീ വന്നില്ലെങ്കിൽ അവള് ബസ്സിൽ കയറി പോകുന്നു. ബസ്സിലെങ്ങാരും കയറിപ്പോയാ പിന്നെ പോയില്ലേ. അല്ല അച്ഛൻ നേരം കൊടുക്കുമ്പോ തൊട്ട് ഇങ്ങനെ കിട്ടിന്ന് പറഞ്ഞിരിക്കാണ്ടൊന്ന് സ്വസ്ഥത തന്നൂടെ? എങ്ങനെ പറയാതിരിക്കടാ, ഈ ബാക്കി സാധനങ്ങളല്ലേ അല്ലേ? എന്താണ് ഒരു ഇഡലി എടുത്ത് കഴിക്കാൻ പറഞ്ഞാണ്. അപ്പൊ നിനക്ക് അങ്ങനെ എടുത്തോക്കാന്നില്ലേ? സമയമില്ല, പോകാനായില്ലേ? ഒന്നാമത്തത് ഈ വയസ്സായ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ തറതല പറയാൻ നിനക്ക് നാണല്ലടി. നിനക്ക് ആദ്യം നിന്റെ മോന്ത് കുട്ടി നോക്കിയല്ലേ ഒന്ന് തരേണ്ടത്. കൊടുക്കടാ, കൊടുക്കേ. അവിടെ പൊണ്ണൊക്കെ അവിടെ നോക്കി ഒരൊറ്റ ഒന്നാ കൊടുക്ക്. ഇനി അതുകൂടെ വേണ്ടല്ലോ ഇവിടെ. എന്താ ഇവിടെ കാറ്റുകൂട്ടുന്ന രണ്ടാവും കൂടിയിട്ട് നേരം വെളുക്കുമ്പോ? എടാ കുരുത്തം കേട്ടോ, ഞാൻ അന്ന് പറഞ്ഞതല്ലേ വേലയും കൂലിയില്ലാത്ത ഏതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി. എന്നാ കുടുംബം നോക്കി എന്നെ നോക്കിയിട്ട് പണി തോന്നില്ലേ? അച്ഛനെ നോക്കാൻ ഒരാള് അല്ലേ, അതപ്പോ വേണ്ടത് അല്ലേ? അതേ, കട എത്ര ഉണ്ടാക്കി വെച്ചെന്ന് വല്ല ധാരണയുണ്ടോ? ഉണ്ടോ? അവള് പണിക്ക് പോണോണ്ടപ്പോ ഞാൻ ലോൺ അടക്കണ. ഞാൻ 2 പെൺമക്കളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ, അതിന്റെ കട എത്രന്ന് വിചാരം? വല്ല ധാരണയുണ്ടോ? അതെ, ഒക്കെ കൂടി എന്റെ തലയിലേക്ക് കെട്ടി വെക്കാനാ. എവിടെ മോളെ ഇഡ്ഡലി എവിടെ വെച്ചിരിക്കണ്? ആ ചൂടാറിനപ്പോ കഴിക്കാതാണല്ലേ. അതെന്തെങ്കിലും ചെയ്യും നടക്കാണ്. എന്താണ് ഒരു കൂടിയാലോചന എല്ലാവരും കൂടെ? ഒന്നുമില്ല, കുടുംബകാര്യങ്ങളോരോന്ന്. അച്ഛനും മണ്ടു ഏത് സമയം കീരിമ്പാമ്പാണല്ലോ. പല സ്വഭാവം എനിക്കറിയണല്ലേ. ഞാനൊന്ന് മണ്ടുവിനെ കാണാൻ എന്താ പറഞ്ഞു? അല്ല, പുറത്ത് നല്ല ചൂടാന്ന് പറയാൻ എത്തിയട്ടാ. ചൂടുണ്ട്, അതൊക്കെ മനസ്സിലായി. ഇപ്പൊ പറഞ്ഞതാ? ഇപ്പൊ പറഞ്ഞതേ ചിലതൊന്നും കേൾക്കാൻ നന്നാവൂല എന്ന് പറയേ. എന്ത് കേൾക്കണ്? ഒന്നുമില്ല, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാണ്ടവർക്ക് മനസ്സിലായിക്കണേ. ഓളൊന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ ഓളോടൊന്ന് വർത്താനം പറയട്ടെ. മണ്ടുവോ, ഞാൻ അന്നെ കാണാൻ വേണ്ടി വന്നാ. അതായത് മറ്റന്നാളെ നിർഭയ ദിനത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാത്രി നടത്തം സംഘടിപ്പിക്കുന്നുണ്ട്. വേണം, എന്തായാലും പങ്കെടുക്കണം. പെണ്ണുങ്ങളെ പകല് പുറത്തിറങ്ങി നടന്നിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഇനി പറ്റിയ രാത്രി കൂടി ഇറങ്ങി നടന്നുള്ള അവസ്ഥ എന്താ? സത്യമായിട്ട് ഒരു നല്ല കാര്യത്തിന് തുടങ്ങാൻ വിചാരിക്കും. നിങ്ങൾ ഒടക്ക് പറയല്ലേ? അല്ല ഇതിപ്പോ ഈ സ്ത്രീകള് തനിച്ചാണോ? ഒറ്റയ്ക്കല്ല, ഓരോ കൂടെ പോലീസും മെഡിക്കൽ ടീംസും ഒക്കെ ഉണ്ടാവും. എന്തിനാടോ ഈ വക ജാതികളൊക്കെ വെറുതെ രാത്രി കയറൂരി വിടാൻ നിൽക്കുന്നത്? സത്യേട്ടാ, നമ്മൾ ആണുങ്ങൾ മാത്രം നടന്നാൽ മതിയോ രാത്രി കാലങ്ങളിൽ? പെണ്ണുങ്ങൾക്കും ഒരു പേടിയും കൂടാണ്ട് ധൈര്യമായിട്ട് നമ്മൾ റോട്ടിൽ കൂടെ നടക്കാന്നുള്ള സർക്കാരിന്റെ ഒരു പരിപാടിയാണിത്.
ഞാൻ എന്തായാലും വരും. അതിന് നിനക്ക് ഇവിടെ സമയം രാത്രിയല്ലേ, എനിക്ക് സമയമുണ്ട്. ഞാൻ എന്തായാലും പോവും. അത് മാത്രല്ല, ചിലർക്കൊക്കെ ചില വിചാരമുണ്ട്. ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പണിയെടുക്കേണ്ടവര് മാത്രാണ് പുറത്തു പോവാൻ പാടില്ല എന്നൊക്കെ. അതൊക്കെ ഒന്ന് മാറ്റണം. സ്ത്രീകള് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരണം, അതാണ് വേണ്ടി. ഇതിപ്പോ ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യത്തിനില്ലല്ലോ. എന്റെ കുടുംബത്തിൽ ഒരു പെണ്ണും 7 മണി ആയതാ ആ പടി അങ്ങോട്ട് കിടക്കില്ല. എങ്ങാനും കടന്നു ഞാൻ അറിഞ്ഞ ആ മുട്ടുകാർ ഞാൻ കൂത്തും. ഇത് കേട്ടപ്പോ തുടങ്ങി എന്റെ അമ്മായിച്ചും വീട്ടിൽ കിടന്ന് എന്തൊരു ബഹളമായിരുന്നറിയാമോ? എന്തിന്? പെൺകുട്ടികൾ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്റെ ദൈവമേ, അത് കേട്ടപ്പോ തുടങ്ങി എന്റെ ഭർത്താവ് നീ പോവണ്ട. ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. ആ വാശിക്കാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് നടക്കാറുണ്ട്. അത് ശരി. അപ്പൊ ആ വാശിക്കാണ് മണ്ടു പറഞ്ഞ് നടക്കാൻ ഇറങ്ങിയല്ലേ? അല്ല, അങ്ങനെയില്ല. പിന്നെ സർക്കാർ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യണം നമുക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ പിന്നെ നമ്മൾ പങ്കെടുക്കണ്ടേ? പിന്നെ എന്ത് പറയാനാ, ആ വലിയ കൂട്ടത്തിന്റെ കൂടെ പോയാൽ മതിയായിരുന്നു. അവരുടെ കൂടെ പോയ എന്താ ത്രില്ല്? നമ്മൾ 5 പേര് ഒറ്റയ്ക്ക് ആക്കണം, നല്ല രസമുള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ 5 പേര് കൂട്ടത്തിൽ നടക്കുമ്പോഴാണല്ലോ ഒരു ചലഞ്ച് ഉള്ളത്. എങ്ങനെയുണ്ട് സാറല്ലേ? ആരെങ്കിലും ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനൊക്കെ വന്നാ? അങ്ങനെ അഥവാ ആരെങ്കിലും ചെയ്താ അറിയാലോ, വിളിക്കേണ്ട നമ്പർ വിളിച്ചു പറയാട്ടാ. ഞങ്ങൾ ഇതൊക്കെ തന്നെ റോങ് കിട്ടുന്നുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ പല സ്ത്രീകളും പല വഴിക്ക് നടക്കുന്നുണ്ട് കേട്ടാ. പേടിക്കണ്ട കേട്ടാ. ശരി. സപ്പോർട്ടുള്ളപ്പോ നമ്മളെങ്ങനെ പേടിക്കണേ? ഇങ്ങനത്തെ പോലീസുകാരെ നമുക്ക് വേണ്ട. പറഞ്ഞിട്ടില്ലേ എന്താവശ്യമെങ്കിലും രാത്രി ഇറങ്ങി നടക്കാം. അമ്മേ 1 2 3 4 5 എല്ലാരും കൂടെ. അതറിഞ്ഞിട്ട് യാതെന്ത് വേണം? അല്ല, അറിയാന്ന് വിചാരിച്ചിട്ട്. അറിയേണ്ട ആവശ്യമില്ല. പോ. ലിസ്റ്റ് വേണ്ട, ഞങ്ങൾ നടക്കില്ലേ? എനിക്ക് വേണമെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഒന്ന് പോയേ. ലിസ്റ്റ് ചേച്ചി നടക്കിയിരുന്നോ? നിന്റെ അമ്മനോടും പെണ്ണോടും പോയി ചോദിക്കണം. അവര് ബൈക്കിൽ കയറില്ല, കാറിലേ കയറുള്ളൂ. താല്പര്യമുണ്ടോ? ജീപ്പുണ്ട്. കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പോയതേ ഉള്ളൂ അങ്ങോട്ട്. ലിസ്റ്റ് തരാൻ പറ്റിയ ഒരു ജീപ്പ് ഇപ്പൊ വന്നായിരുന്നു. അഞ്ച് സുന്ദരികളായ പെമ്പിള്ളേര് സ്റ്റേജ് ഇവിടെ റോട്ടിലിറങ്ങി നടക്കുമ്പോഴത്തേക്ക് തെണ്ടുകളുടെ അഹങ്കാരം. കുറച്ചുള്ള സ്പെലോസ് ധൈര്യം ഉണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് സംസാരിക്കണ പട്ടികളെ. എവിടെയായിരുന്നു ഇയാള്? എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ പറ്റുന്നില്ല സുമേഷ് ചേട്ടാ, പറ്റുന്നില്ല. മുള്ളാൻ പറ്റുന്നില്ലേ? അതല്ല, സഹിക്കുന്നില്ല. നീ കാര്യം പറ. എനിക്ക് സഹിക്കുന്നില്ല. സഹിക്കുന്നില്ലേ? എന്റെ ഭാര്യ എന്നോട് കാണിച്ച തെമ്മാടിത്തരം സുമേഷ് ചേട്ടാ അറിഞ്ഞോ? അറിഞ്ഞോ? ഇല്ല. ഞാനേ ആ വീട്ടിൽ കിടന്ന് ഒരുപാട് പീഡനം സഹിച്ചോണ്ടിരിക്കുക. എന്നെ അവളവിടെ കഷ്ടപ്പെടുത്തുക സുമേഷ് ചേട്ടാ. ഉച്ചയ്ക്ക് എന്റെ വീട്ടിലുണ്ടായ സംഭവം സുമേഷ് ചേട്ടൻ അറിയോ? ഞാനെങ്ങനെ അറിയാനാണ്? അറിയണം. വിശന്ന് വലിഞ്ഞ് വയറുവേദനയായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു പിടി ചോറും ഇച്ചിരി മത്തിക്കറിയും കൂടെ കഴിക്കാനായി എടുത്തു വെച്ച് ചോറും പാത്രത്തിലേക്ക് കൈവച്ചപ്പോ എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവള് ചോറും മത്തിക്കറിയും എടുത്തോണ്ട് പോയിട്ട് എന്നോട് പറയാ ഞാൻ പണിക്ക് പോവാൻ. എന്റെ പട്ടി പോവും പണിക്ക്. ഞാനൊന്നും ചോദിച്ചോട്ടെ, ഇവളുമാർക്ക് സർക്കാർ 2 രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ട്. ഇല്ല, പിന്നെ നീ ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തൊഴിലുറപ്പ് ജോലി കൊടുക്കുന്നുണ്ട്. അതിന് ശമ്പളം കിട്ടേ? അത് കിട്ടും. ഇതെല്ലാം പോട്ട് ഈ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോണ് കിട്ടൂലേ?
എന്നിട്ട് നമ്മളെപ്പോലുള്ള പണിക്ക് പോവാൻ നമ്മൾ ചെറുതടിക്കണമെങ്കിൽ സർക്കാരിന് കാശ് കൊടുക്കണ്ടേ? അപ്പൊ സർക്കാരിന് കൊടുക്കണം, ഇവളന്മാർക്കും കൊടുക്കണമെന്ന് നടക്കുവോ? അത് നടക്കൂല. നടത്തിക്കരുത്. പക്ഷെ എന്റെ കാര്യമുണ്ടല്ലോ, അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് സുരേഷേട്ടാ. മത്തിക്കറിയാ ഞാൻ അവളെ മുമ്പ് വെച്ചിട്ട് ഞാൻ ചോറും മത്തിക്കറിയും ഞാൻ മൂക്കറ്റും തിന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കും. എന്ത് എന്ത് ഇവളും പറയുകയും നമ്മളെ അവസ്ഥ മനസ്സിലാക്കാത്ത നമ്മളെന്താ മനസ്സിലാകാത്ത? എന്താ ഇത് മനുഷ്യരെ കിടത്ത് ഉറക്കിയല്ലേ ഇവിടെ? അയ്യോ സാറ് AC റൂമിൽ കിടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ ഓടിക്കണം അവനെ. മടുത്തു സുമേഷേട്ടാ, മടുത്ത് തിന്നു കൊടുത്ത് സുമേഷേട്ടന് മടുത്ത്. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? ഇല്ലേ നിങ്ങളൊന്ന് ചോദിക്കാൻ അവളോട്. കള്ളുപിടിച്ച് നിൽക്കുക, അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. മറിമായം